بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഖുതുബ ഓതിയത് ഡോക്ടർ സഊദ് ഷറൈമാണ്. മസ്ജിദുൽ നബവിയിൽ ഖുതുബ ഓതിയത് ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖാണ്. രണ്ടുപേരും തുല്യതയുള്ള വിഷയങ്ങളാണ് സംസാരിച്ചത്. റമദാനോടുള്ളതായ വിടവാങ്ങലിനെ കുറിച്ച്, അതിൽ നിന്നിട്ട് മുസ്ലിം ലോകം പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ച്, അത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ജനങ്ങൾ റമദാനിന്റെ മിക്ക ഭാഗത്തോടും എങ്ങനെയാണ് പെരുമാറിയത്, അവരിൽ നിന്നിട്ട് മുക്തിരീങ്ങളുണ്ട്, മുഖല്ലീങ്ങളുണ്ട് എന്ന് ഇമാമുകൾ പറഞ്ഞു. നന്നായി ഉപയോഗപ്പെടുത്തി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി ഏതെല്ലാം രൂപത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നുവോ അങ്ങനെ ചെയ്തവരുണ്ട്. അതേസമയത്ത് അതിൽ വീഴ്ച വരുത്തിയവരും ഉണ്ട്. വീഴ്ച വരുത്തുന്നവരുടെ കൂട്ടത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടും റമദാനുമായുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ റമദാനൊരു പ്രത്യേക ചേഞ്ചോ ജീവിതത്തിൽ കാണാത്തവരെയും നമുക്ക് കൂട്ടത്തിൽ കാണാൻ സാധിച്ചു. അത് അവര് മഹാ അപകടത്തിലാണ്. തൗബ ചെയ്തില്ലെങ്കിലും പാശ്ചാത്തപിച്ചില്ലെങ്കിലും അള്ളാഹുലേക്ക് മടങ്ങിയില്ലെങ്കിലും നാം ഈ വിശുദ്ധ റമദാൻ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയും കൊണ്ട് അമൽ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് നമ്മോട് വിടവാങ്ങിയത് എന്ന് അവർക്കാണ് അനുഭവപ്പെടുക. കാരണം അവരറിഞ്ഞുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടും അതിൽ ആസ്വദിച്ചുകൊണ്ടും അതിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും റമദാൻ പെട്ടെന്ന് തീർന്നുപോയല്ലോ, പെട്ടെന്ന് അവസാനിച്ചു പോയല്ലോ എന്നതിലുള്ള പ്രയാസമുണ്ടാവുക. മറ്റുള്ളവർക്കത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ടവര് ഏതായാലും അപകടത്തിൽപ്പെടാൻ പെട്ടു. ഇനി മേലിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലെങ്കിലും തൗബ ചെയ്തുകൊണ്ട് പാശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ വാതില്, ആ കവാടം തൗബയുടെ വാതില് തുറക്കപ്പെട്ട് കിടക്കുകയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ബുദ്ധിജീവി പാടുപെടേണ്ടത്. നമ്മളോട് വിടവാങ്ങാൻ പോകുന്ന ഈ റമദാൻ, ഈ അതിഥി, യഥാർത്ഥത്തിൽ നാം ആ അതിഥിയെ വേണ്ടതുപോലെ കാണുവാനും സംസാരിക്കുവാനും അതിനോട് ഇടകലറുവാനും അതിനോട് സമീപിക്കേണ്ടതുപോലെ സമീപിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചില്ല. കഴിയുന്നതും നാം നിസ്കരിക്കാനും ഖിയാമുൽ ലൈൽ നടത്താനും പ്രാർത്ഥിക്കാനും നോമ്പ് വ്രതം അനുഷ്ഠിക്കുക എന്നതോടൊപ്പം നമ്മുടെ ആത്മീയ വളർച്ച ഉണ്ടാക്കുവാനും പരിശ്രമിച്ചവരെ സംബന്ധിച്ചിടത്തോളം തന്നെ റമദാൻ നമ്മളോട് പെട്ടെന്ന് അത് നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ്. മക്ക ഇമാമ് പറഞ്ഞതനുസരിച്ച് സാഹിത്യ ശൈലിയിലൂടെ അതിന്റെ കൂടെയുള്ളതായ കൊണ്ടുവന്നതായ യാത്രക്കാരൻ കൊണ്ടുപോകാറുള്ളതായ ജാതുകളൊക്കെ ഒരുക്കിയിട്ട് മടങ്ങാൻ പോവുകയാണ്, യാത്ര പറയാൻ പോവുകയാണ്, നമ്മളോട് വിടവാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവൻ, അള്ളാഹു ഇഷ്ടപ്പെട്ടവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച വിഭാഗമാകുന്ന ആ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചവർ മാത്രമാണ്. അവരുടെ ഹൃദയമാണ് പൊട്ടിയത്, അവരുടെ ഹൃദയമാണ് ഞെട്ടിയത്, അവരാണ് പ്രയാസപ്പെട്ടത്, അവരാണ് കരഞ്ഞത്, അവരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കേണപ്പഴിച്ചത്, അവരാണ് സുജൂദിലൂടെ രാത്രി കഴിച്ചു കൂട്ടിയത്. അവർക്കാണ് വിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആഹ്വാനം ചെയ്തതായ ആ കൽപ്പനകളെ ശരിക്ക് പാലിച്ചുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് മറുപടി നൽകിയവർ അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഭാഗ്യം, അങ്ങനെയുള്ളവർക്കാണ് സന്തോഷം, അങ്ങനെയുള്ളവർക്കാണ് വിജയം എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് ഇന്ന് ഖുതുബയുടെ പ്രാരംഭം കുറിച്ചത്. എന്നാൽ ഇന്നലെ നാം ഈ റമദാനിനെ
സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റമദാൻ വന്നത് കാരണത്താൽ സന്തോഷ വാർത്ത അങ്ങുമിങ്ങും പറയുകയും ബറക്കല്ലാഹു ഫീക്ക് എന്നും അള്ളാഹു പുതിയ മാസത്തിൽ ചെയ്യേണ്ടതായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നൊക്കെ അങ്ങുമിങ്ങും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നുവല്ലോ അല്പ ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ നാം അതിനോട് വിടവാങ്ങാൻ പോകുന്നതായ പ്രയാസപ്പെട്ട സന്ദർഭമാണ്. അത് നമ്മളോട് വിടവാങ്ങുകയാണ്, നാം അതിനോട് വിടവാങ്ങുകയാണ്. അതെ, അത് മടങ്ങി വരും. നാം മടങ്ങി വരുമോ എന്നത് നമുക്കാർക്കും തന്നെ പറയാൻ പറ്റുന്നതല്ല. അത് അടുത്ത വർഷം റമദാനാകുമ്പോൾ വീണ്ടും വരുമെന്നത് നമുക്കറിയാം. പക്ഷെ അടുത്ത വർഷം വരുമ്പോൾ നാം ഉണ്ടാകുമോ ഇല്ലേ ഭൂമിയുടെ മീതെ എന്നത് ആർക്കും ഉറപ്പുണ്ട്? അത് നമുക്കാർക്കും അറിയാത്തൊരു ഭാഗമാണ്. എന്നതുകൊണ്ട് തന്നെ ഈ കിട്ടിയതായ ചാൻസ് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നത് മക്ക ഇമാം പ്രത്യേകമായി ഉണർത്തിയതായ ഭാഗമാണ്. നമ്മുടെ ആയസ്സും വയസ്സിന്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് എന്നതുകൂടി മനസ്സിലാക്കണം. നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ വയസ്സ് ഒരു 60 വർഷം, 70 വർഷം, 50 വർഷം, 40 വർഷമൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജീവിക്കുന്നതിന്റെ ഇടയിൽ വരുന്നതായ ഫറളായ അമലുകൾ, സുന്നത്തായ അമലുകൾ, അതാത് അമലുകൾ ചെയ്യേണ്ട സന്ദർഭത്തിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ നമ്മളോട് വിടവാങ്ങി ആ സമയം പിന്നെ നമ്മളിലേക്ക് മടങ്ങി വരുന്നതല്ല. ആ അമലും ആ സമയത്ത് ചെയ്താൽ കിട്ടുന്ന അമലിന്റെ പ്രതിഫലം പിന്നെ കിട്ടുന്നതും അല്ല. എന്നതുകൊണ്ട് തന്നെ പോയ ബുദ്ധി ആന വലിച്ചാലും വരികയില്ല എന്ന് ഞങ്ങള് കാസർഗോട്ടുകാര് പറയാറുണ്ട്. എന്നതുപോലെ ഈ പോയതായ നമ്മുടെ അമലുകൾ എത്ര തന്നെ പരിശ്രമിച്ചാലും അത് നമുക്ക് മടക്കി കിട്ടുന്നതല്ല. കാരണം 25 ദിവസം അല്ലെങ്കിൽ 24 ദിവസവും അല്പമണിക്കൂറുകളും നമ്മളോട് ഈ റമദാനിലൂടെ വിടവാങ്ങിക്കഴിഞ്ഞു. ഇനിമേലിൽ ആ മണിക്കൂറുകൾ നമ്മളിലേക്ക് മടങ്ങുകയില്ല. അടുത്ത റമദാൻ വരെ നാം ജീവിച്ചാലും ഈ പോയ ദിവസങ്ങൾ പോയത് തന്നെ അത് മടങ്ങി വരിക തന്നെയില്ല നമ്മുടെ ജീവിതത്തിൽ എന്നത് നാം മനസ്സിലാക്കുമ്പോൾ ശേഷിക്കുന്ന ടൈമിനെ എത്രമാത്രം പരിഗണിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിയും കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം പാടുപെടണം എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നതായ അമലുകളിൽ നിന്നിട്ട് ആ അമലുകൾ അത് വിജയകരമായ അമലാണോ അല്ലേ എന്നത് കുറിക്കൽ അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. തഖ്വ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ആഖിബത്ത് തഖ്വയേക്കാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്കാണ് ആഖിബത്ത് നന്നാവുക. ആഖിബത്ത് നന്നാവുക എന്നത് എല്ലായിടങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ ആഖിബത്ത് നന്നാവുക ഈ റമദാനിൽ അത് ഈ അവസാനത്തെ ദിവസങ്ങൾ അതിനെ നാം സമീപിക്കേണ്ടതുപോലെ സമീപിച്ചിട്ട് അതിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്തിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി പാടുപെടേണ്ടതും പാടുപെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും പാടുപെടുന്നവരും ആണ് യഥാർത്ഥത്തിൽ ആഖിബത്ത് നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. അതുകൊണ്ട് ശേഷിക്കുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിയും കൊണ്ട് എത്രയോ പേര് നമ്മുടെ ഇടയിൽ നമുക്കറിയാവുന്നതുപോലെ കോവിഡിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട്, ICUയിൽ കിടക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, മറ്റു രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവിടുന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതായ സൗകര്യം തന്നു, അതിനുള്ള ചുറ്റുപാട് നമുക്കുണ്ടാക്കി തന്നു, നമുക്ക് നോമ്പ് പിടിക്കാനുള്ള തൗഫീഖ് ചെയ്തു തന്നു. അൽഹംദുലില്ലാ, എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന് നാം അള്ളാഹുവിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കേണ്ടത് അമൽ ചെയ്യലിലൂടെയാണ്. ആ നന്ദി പ്രകടനം അവസാന ദിവസത്തിലാണ് അതിന് ഊക്കുകൂടേണ്ടത്, അതിന് ശക്തി കൂടേണ്ടത്. കാരണം തൗബ ചെയ്യുക, പാശ്ചാത്തപിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കുറെ കാലമല്ല ഞാൻ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്, എന്ന് മനസ്സിലാക്കി പോകരുത്. മനുഷ്യൻ എപ്പോഴും തൗബ അവൻ ആവശ്യമുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നവനാണ് മനുഷ്യൻ. അവൻ തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അവൻ പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കണം. അവൻ ചെയ്ത തെറ്റുകൾക്ക് അതിർത്തിയില്ല, അവൻ ചെയ്തതായ ധിക്കാര മനസ്ഥിതികൾക്ക് അതിർത്തിയില്ല. അള്ളാഹുമായുള്ള സമീപനത്തിലുള്ളതായ ധിക്കാര മനസ്ഥിതി ഉണ്ടല്ലോ, ആ ധിക്കാര മനസ്ഥിതി അവൻ ആ രൂപത്തിൽ അവന്റെ ഹൃദയത്തിലൂടെ സമീപിക്കാൻ പാടില്ലായിരുന്നേനെ എന്ന് അവൻ ചിന്തിച്ചാൽ അറിയാം. ഒന്ന് ഓർത്തു നോക്കുക, ഓരോരുത്തരും അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുക. അവരവരുടെ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയതായ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, തെറ്റായ ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് അതിലേക്കൊന്ന് മടങ്ങുക. അപ്പോൾ അറിയാം എന്തൊരു തെറ്റാണ് നാം ചെയ്തു പോയത്. പ്രത്യേകിച്ച് തൗബ ചെയ്തവന്, പാശ്ചാത്തപിച്ചവന്, സത്യത്തിലേക്ക് മടങ്ങണമെന്ന് തീരുമാനിച്ചവന് തെറ്റ് ചെയ്തതായ കാലഘട്ടത്തെ ഓർക്കുമ്പോൾ മഹാകയ്പ് തോന്നുകയും മഹാപ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും, ഉറപ്പ് തന്നെ. അതെ, പക്ഷേ തൗബ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതായ സർവ്വ പാപങ്ങളെ അത് കഴുകി ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നമ്മുടെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം നമുക്ക് സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിലൂടെ ഇന്നൽ ഹസനാത്തി യുദ്ഹിബ്ന സയ്യിആത്ത്, ഹസനാത്തുകളായ സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളെ ദൂരീകരിക്കുന്നതും അതിനെ കഴുകി ശുദ്ധീകരിക്കുന്നതും അത് നമ്മിൽ നിന്നിട്ട് ഇല്ലാതെയാക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹസനാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും സയ്യിആത്തുകളോട് വിടവാങ്ങുകയും ചീത്തയായ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, കാഴ്ചകൾ, കേൾവികൾ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളതായ കാര്യങ്ങളെ തൊട്ടെല്ലാം എന്ത് വേണം, നാം ഓർത്ത് ദുഃഖബോധത്തോടു കൂടി, പ്രയാസത്തോടു കൂടി ഓർത്തുകൊണ്ട് അതിൽ നിന്നിട്ട് വിടവാങ്ങാൻ പാടുപെടണം. നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് അല്പ ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണല്ലോ. പെരുന്നാൾ ദിവസം വരുന്നതായ സന്ദർഭത്തിൽ പെരുന്നാളിനെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രത്യേക ഈ കോവിഡ് യുഗത്തിൽ, ഈ കൊറോണ യുഗത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, അവിടെയൊക്കെ ഇപ്പോൾ കർഫ്യൂ ആണ്. അവിടെയൊന്നും പരസ്പരം അങ്ങും ഇങ്ങും പെരുന്നാൾ കൊണ്ടാടാനുള്ള ചുറ്റുപാടില്ല എന്നാണ് ഇപ്പോൾ വാർത്തയിൽ കൂടി കേൾക്കാൻ അറിഞ്ഞത്, പലരിലൂടെയും അറിയാനും സാധിച്ചത്. ഏതായാലും ഇരിക്കട്ടെ, ആ കിട്ടുന്നതായ ചാൻസുകൾ ഉപയോഗപ്പെടുത്തുന്നതായ വിഭാഗം, അത് ഗൾഫ് നാടുകളിലാവട്ടെ സൗദി അറേബ്യയിലാവട്ടെ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗം പടരാതിരിക്കാൻ വേണ്ടി, ഈ രോഗം ജനങ്ങളിൽ വ്യാപകമാകാതിരിക്കാൻ വേണ്ടിയുള്ളതായ പരിശ്രമം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ രോഗത്തോട് നമുക്ക് വിടവാങ്ങുവാനും റമദാൻ വിടവാങ്ങും പോലെ നമുക്ക് നമ്മിൽ ഇറങ്ങിയതായ ഈ വബാഇനെ, ഈ പരീക്ഷണത്തെ അള്ളാഹു നമ്മളിൽ നിന്നിട്ട് ഉയർത്തുവാനും വേണ്ടി ആത്മാർത്ഥമായി ലൈലത്തുൽ ഖദറാണെന്ന് നാം ഗണിക്കുന്നതായ ദിവസങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് ഉമ്മത്ത് മുഹമ്മദിനെ ബാധിക്കുന്ന വിഷയമാണ്, ലോകത്തിന് ആസകലം ബാധിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ്, ഇങ്ങനെയുള്ളതായ ഒരു പരീക്ഷണം നീണ്ട ഒരു വർഷം, അതിൽ കൂടുതലായി ഏകദേശം ഈ പരീക്ഷണത്തിൽ ലോകം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രയാസത്തിൽ പങ്കാളികളാണ്. അങ്ങനെയുള്ള പ്രയാസം ലോകത്ത് ഇതുവരെ ഇങ്ങനെ ഇത്രയും നീണ്ട പ്രയാസം, ഇത്രയും നീണ്ട രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ പരീക്ഷണത്തോട്, ആ പരീക്ഷണം നമ്മളോട് വിടവാങ്ങാൻ വേണ്ടി, അതിനെ നമ്മിൽ നിന്നിട്ട് ഉയർത്താൻ വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നാം കേണപഴിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശേഷിക്കുന്ന ദിവസങ്ങൾ അതിനൊക്കെ സഹായിക്കും. കാരണം ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ ശേഷിക്കുന്നുണ്ടായിരിക്കാം. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന 83 കൊല്ലവും 4 മാസവും എന്ന് നാം ക്ലിപ്തമാക്കി പറയുന്ന ആ ദിവസങ്ങൾ ഉണ്ടല്ലോ, അതിനേക്കാളും ഉത്തമം എന്നാണ് അള്ളാഹു പറഞ്ഞത് ഖുർആനിൽ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, അത് ലക്ഷമാവാം, കോടിയാവാം, കോടാന കോടിയാവാം, നമുക്കറിയുകയില്ല. അറബികളുടെ ഇടയിൽ അറിയപ്പെട്ടതായ എണ്ണമായിരുന്നു അൽഫി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നാം പറയും പോലെ ലക്ഷമെന്നോ അല്ലെങ്കിൽ കോടാന കോടിയെന്നോ 1000-ൽ അപ്പുറമുള്ളതായ എണ്ണങ്ങൾ അറബികൾ പറയാറില്ല, അറബികൾക്ക് അറിയാറുമില്ല. അവര് അതിനെ തന്നെ അൽഫ് അൽഫ് എന്നൊക്കെയാണ്, അൽഫിനെ തന്നെയാണ് ഇരട്ടിയാക്കി പറയുക അവരെണ്ണുന്നതായ സന്ദർഭത്തിൽ. അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും മിൻ അൽഫി ഷഹർ എന്നതായ പദപ്രയോഗം നടത്തിയത്. അതിന്റെ അർത്ഥം അൽഫ് ഷഹർ മാത്രമല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുൻ, ഏറ്റവും ഉത്തമമാണ് 1000 കൊല്ലം അമൽ ചെയ്തതിനേക്കാളും എന്നതായ പദം ഉപയോഗിച്ചത്. ആ ദിവസം ഒരു പക്ഷേ കഴിഞ്ഞു പോയിരിക്കാം, ഒരു പക്ഷേ വരാൻ ശേഷിക്കുന്നുണ്ടായിരിക്കാം. അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരും പാടുപെടേണ്ടതാണ് എന്ന് മക്ക ഇമാമ ഊന്നി പറഞ്ഞു, മദീന ഇമാമ ഊന്നി പറഞ്ഞു ഇന്നത്തെ ഖുതുബയിൽ. എന്നാൽ പെരുന്നാൾ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് കേണപേക്ഷിക്കേണ്ടതും ദുഃഖം പ്രകടിപ്പിക്കേണ്ടതും സന്തോഷം കൊണ്ടാടുന്ന സന്ദർഭത്തിൽ എല്ലാവരും സന്തോഷത്തിലും പങ്കെടുക്കാൻ വേണ്ടി തന്നെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഫർളാക്കിയതായ, ഇസ്ലാം നമുക്ക് ഫർളാക്കിയതായ സകാത്തുൽ ഫിത്റാണ് പിന്നെ മക്ക ഇമാം ഖുതുബയുടെ അവസാനത്തിൽ
സൂചിപ്പിച്ചത്. അത് ഞാനും ഇന്ന് അതിന്റെ വിശദാംശം പറയുന്നില്ലെങ്കിലും ഷോർട്ടായിട്ട് മക്ക ഇമാം പറഞ്ഞതുപോലെ നമുക്ക് പറയലും അറിയലും അനിവാര്യമായ ഭാഗമാണ്. കാരണം ഇനി വേറെ വെള്ളിയാഴ്ച വരാനില്ലല്ലോ റമദാനിൽ. അപ്പോൾ നാം ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധമായ സക്കാത്ത് ഓരോ മനുഷ്യനും അവന്റെ കീഴിലുള്ള അവൻ ചെലവ് കൊടുക്കുന്നതായ അവന്റെ ചെലവിൽ കഴിയുന്നതായ എല്ലാവരെ തൊട്ടും എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം എന്നതാണല്ലോ ഫിത്റിന്റെ സ്വഭാവം. അങ്ങനെയുള്ള സക്കാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. യൗമൽ ഫിത്രി സാഅൻ മിൻ തആമിൽ നിന്നിട്ട് ഭക്ഷണത്തിൽ നിന്നിട്ട് നൽകാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പക്ഷേ പറയാൻ കാരണം ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഹദീസാണ്. അങ്ങനെ പറയാൻ കാരണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഭാഗത്തിന്റെയും തആമ് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നതായ തആമ് ആയിക്കോണമെന്നില്ല എന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, കാന തആമുന, ഞങ്ങളുടെ തആമ് അന്ന് ഷഈറായിരുന്നു, സബീബായിരുന്നു, അഖിത്തായിരുന്നു, തംറായിരുന്നു. അതൊക്കെ അവരുടെ ഭക്ഷണമാണ്. അവര് ഗോതമ്പം തിന്നും, അവര് മുന്തിരിങ്ങ തിന്നും. അത് ഉണങ്ങിയ മുന്തിരിങ്ങയാണ് ഉദ്ദേശിക്കുന്നത്, ഭക്ഷണമായിട്ട് തിന്നും. അതുപോലെ തന്നെ അവര് പാൽക്കട്ടി എന്ന് പറയുന്ന അഖിത്ത് എന്ന് പറയുന്ന സാധനം അവരുടെ ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈത്തപ്പഴം, അതൊക്കെ അവരുടെ ഭക്ഷണമായിരുന്നു. എന്നാൽ ഓരോ കാലഘട്ടത്തിൽ വരുന്നതായ ഭക്ഷണങ്ങൾ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. നാം ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ സൗദി അറേബ്യയിലേക്ക് 50ഓളം വർഷങ്ങൾക്ക് മുമ്പ് വന്നതായ കാലഘട്ടത്തിൽ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഗോതമ്പമായിരുന്നു. ഗോതമ്പത്തിനാണ് ഏറ്റവും പ്രചാരം ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരൊക്കെ സക്കാത്തിനെ കുറിച്ച്, ഫിത്ർ സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നത് ഗോതമ്പം കൊടുക്കണം എന്നതാണ്. മറ്റുള്ളതായ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാറില്ല. അല്പകാലം കഴിഞ്ഞപ്പോൾ വിദേശികളും ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് ഇവിടെ ആൾക്കാർ വന്നു കൂടിയപ്പോൾ ലോകം മുഴുവനും ഒറ്റ ഒരു കൈയിന്റെ അകത്ത് വെക്കുന്ന രൂപത്തിൽ അവരുടെ എല്ലാ സമ്പ്രദായവും ആയി മാറിയപ്പോൾ അക്കൂട്ടത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളും എന്തായി? ലോകത്തിൽ വ്യാപകമായി കിടക്കുന്നതായ ഭക്ഷണം എല്ലാരിലും വ്യാപകമായി. അക്കൂട്ടത്തിൽ ഇവിടെ ഗോതമ്പത്തിന് പകരം അരിക്കാണ് കൂടുതൽ പ്രചാരമുണ്ടായത്, അവർ ഉപയോഗിക്കുന്ന മെയിൻ ഭക്ഷണമായി മാറിയത്. അതുകൊണ്ട് അരി ഭക്ഷണമാണ് ഇപ്പോൾ നൽകേണ്ടത് എന്നർത്ഥം. അത് ലോകത്തിൽ ആസകലം ഇപ്പോൾ അരി ഭക്ഷണം തന്നെയാണ് നൽകുന്നത്. എന്നാൽ കൊടുക്കേണ്ടവര് അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ വിഭാഗമാണ്. ആ മസ്കീമാര്, ഫക്കീറമാര് പോലത്തതായ കഴിവില്ലാത്തവർക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ഫർളായ സക്കാത്ത് രണ്ടും അങ്ങനെ തന്നെയാണ്. ഫർളായ സക്കാത്ത് മാലിന്റെ സമ്പത്തിന്റെ സക്കാത്ത്, സ്വർണത്തിന്റെ സക്കാത്ത് ഒക്കെ കൊടുക്കും പോലെ അതുപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത് കഴിവില്ലാത്തതായ വിഭാഗത്തിനാണ്. എന്നാൽ ഈ ഫിത്ർ സക്കാത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ പെരുന്നാൾ ദിവസത്തിൽ അവന് ജീവിക്കാനുള്ളതായ ചെലവൊക്കെ കഴിഞ്ഞിട്ട് ശേഷിക്കുന്നതായ അതിൽ കൂടുതലുള്ളതായ ഭക്ഷണം അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ ഗോതമ്പ് അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് അവൻ എന്ത് വേണം? ഈ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടതായ അബൂ സഈദ് അൽ ഖുദ്രി പറഞ്ഞതായ ഹദീസിൽ സാഇ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഒരു സാഇ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 2.5 കിലോ അല്ലെങ്കിൽ അല്പം കൂടുതലോ കുറവോ ആണ്. അത് സൂക്ഷ്മത എന്ന പേരിൽ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ നാം കാണുന്നത് 3 കിലോ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇവിടെ വിൽക്കപ്പെടലും 3 കിലോ, ഏകദേശം 3 കിലോ തന്നെയാണ് ഇവിടെ ഫിത്ർ സക്കാത്ത് എന്ന പേരിൽ വിൽക്കപ്പെടാറുമുള്ളത്. ഏതായാലും അത് കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങുന്ന വിഭാഗം തന്നെ ഒരു ഫക്കീറായ മനുഷ്യൻ നാം കൊടുത്തു. ആ മനുഷ്യന് ഒരു ചാക്കരി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പെരുന്നാൾ ദിവസത്തിൽ ജീവിക്കാനുള്ളതായ ഭക്ഷണം കഴിച്ചു കൂടുതൽ അവന്റെ കൂടിയായി മാറി. അപ്പോൾ അവനും അതിൽ നിന്നിട്ട് ഫക്കീറന്മാർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇസ്ലാം ഈ സക്കാത്തുൽ ഫിത്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുവാനും പഠിപ്പിക്കും പോലെ, സദഖ ചെയ്യാൻ പഠിപ്പിക്കും പോലെ, ധർമ്മം ചെയ്യാൻ പഠിപ്പിക്കും പോലെ, സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിക്കും പോലെ, അതാണ് യഥാർത്ഥത്തിൽ സക്കാത്തിലൂടെ വരുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ടല്ലോ. എല്ലാവരും കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഫക്കീറന്മാരും അല്ലാത്തവരും
ധനികരും എല്ലാവരും നോമ്പ് പിടിക്കുന്നു. അപ്പോൾ നോമ്പിലുള്ളതായ വീഴ്ചകൾ നികറ്റാൻ വേണ്ടിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുഹ്റത്തൽ ലിസ്സായിം, നോമ്പുകാരന്റെ നോമ്പിൽ വരുന്നതായ വീഴ്ചകളെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ തഅമത്തൽ ലിൽ മസാകീൻ, മിസ്കീന്മാർക്കുള്ളതായ ഭക്ഷണവും കൂടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. അവരുടെ സമ്പത്തിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യുക? കഴിവില്ലാത്തവരുടെ അവകാശത്തെ പിടിച്ചെടുക്കുക. കഴിവില്ലാത്തവർക്കുള്ള അവകാശം കഴിവുള്ളവരിൽ നിന്നിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ എടുക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അഥവാ സക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിക്കുന്നത്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അതിലൂടെ അവരെ ശുദ്ധീകരിക്കൽ വരുന്നുണ്ട്. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കലും അവരെ സ്വയം ആത്മീയമായിട്ടുള്ള വളർച്ചയും ശുദ്ധീകരണം നൽകലും അതിലൂടെ വരുന്നു. അതുപോലെ തസ്കിയത്ത് അള്ളാഹു പറയുന്നത് തുസക്കീഹിം ബിഹാ, പരിഷ്കരണവും സംസ്കരണവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുണ്ടാകുന്നു സക്കാത്തിലൂടെ. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന സലാതക സകനുൽ ലഹും, നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് നബിയെ എന്ന് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ച കൽപ്പന നിർബന്ധമായ സർവ്വ സക്കാത്തുകൾക്കും ബാധകമാണ്. അതെ, അപ്പോൾ ഇതിനെ നാം അർഹപ്പെട്ടവരിലേക്ക് എത്തിക്കേണ്ടതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് നിർബന്ധമായും സക്കാത്തായി മാറണമെങ്കിൽ സൂര്യൻ അസ്തമിച്ചേടം മുതൽ അഥവാ പെരുന്നാളിന്റെ നിലാവ് കണ്ടേടം മുതൽ പെരുന്നാൾ നമസ്കാരം വരെ ആണ് അതിന്റെ ടൈം. അതിനിടയിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ മഹാത്മാക്കളായ ചില സഹാബാക്കളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ദിവസമോ 2 ദിവസമോ മുന്തിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പിന്തിക്കാൻ പാടുള്ളതുമല്ല. പെരുന്നാൾ നമസ്കാരത്തിനേക്കാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് കൊടുക്കേണ്ടതാണ് ഫിത്ർ സക്കാത്ത്. ഇത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കുന്ന വേളയിൽ ഈ സക്കാത്തിനെ നാം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില നാടുകളിലുള്ളതായ നോമ്പിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസം മറ്റു നാളിൽ ആയിക്കൊള്ളണമെന്നില്ല. കൃത്യമായിട്ട് ഫക്കീറമാർക്ക് നമ്മുടെ നമസ്കാരത്തിന് മുമ്പ് എത്തിക്കുക എന്ന നിർബന്ധം, എന്ന ബാധ്യത നിർവഹിക്കാൻ സാധിച്ചോളണമെന്നില്ല. എന്നതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്തിനെ നഖൽ ചെയ്യാതിരിക്കലാണ് ഉത്തമം. ഫിത്ർ സക്കാത്തിനെ നാം മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാതിരിക്കലാണ് ഉത്തമം. കാരണം നീക്കം ചെയ്യുന്നതായ വേളയിൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോ ഇല്ലേ, അർഹപ്പെട്ടവരിലേക്ക് എത്തിയോ ഇല്ലേ എന്നത് ഉറപ്പാക്കാൻ സാധിച്ചോണമെന്നില്ല. നമ്മുടെ കുടുംബക്കാര് കേരളത്തിലാണുള്ളതെങ്കിൽ കേരളത്തിൽ അവര് സക്കാത്ത് അവരുടേത് കൊടുത്തോട്ടെ, ഇവിടെയുള്ളവരുടേതും കൊടുത്തോട്ടെ. അതാണ് ഉത്തമമായ രീതി. അത് അങ്ങനെയാണ് വേണ്ടത്, നഖൽ ചെയ്യുന്നതിനേക്കാളും ഉത്തമം. ഇനി നാം ജീവിക്കുന്ന ഏരിയയിലും മേഖലയിലും സക്കാത്തിന് അർഹപ്പെട്ടവർ ഇല്ല എങ്കിൽ മാത്രമേ ആ തൊട്ട നാട്ടിലേക്ക് സക്കാത്ത് അൽ ഫിത്ർ നഖൽ ചെയ്യാൻ പാടുള്ളൂ, അഥവാ അവിടേക്ക് മാറ്റം ചെയ്യാൻ പാടുള്ളൂ, നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നതുകൂടി ഇത്തരണത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ പെരുന്നാളിന്റെ നിലാവ് കണ്ട പ്രഖ്യാപനം കേട്ടയിടം മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് ചെല്ലുന്നത് വരേക്കും നാം തക്ബീർ പതുക്കെയും ഒച്ചത്തിലും ചൊല്ലിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. പട്ടണത്തിൽ വരെ സഹാബാക്കൾ ചൊല്ലി നടക്കാറുണ്ടായിരുന്നു എന്നതാണ് ഹദീസിന്റെ ഭാഷയിൽ കൂടി പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നാം ഒരു തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും എന്ന ആയത്ത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. അള്ളാഹു നിങ്ങൾക്ക് ഈ സന്മാർഗത്തിലേക്ക് നയിച്ച, ഈ റമദാൻ മാസം കൊണ്ടാടാൻ തൗഫീഖ് ചെയ്ത ആ റബ്ബുൽ ഇസ്സത്തിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവനെ പുകഴ്ത്താൻ, വാഴ്ത്താൻ, അവന് തക്ബീർ ധ്വനികൾ മുഴക്കാൻ എന്ന ആ ശൈലി ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി കൂട്ടിച്ചേർത്ത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികവും ഇന്ന് മക്ക ഇമാം പറഞ്ഞ ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ ഹുസൈൻ ആല ഷെയ്ഖ് സംസാരിച്ച കൂട്ടത്തിൽ മുത്തഖീങ്ങൾക്കുള്ളതായ ഒരു അറസ്റ്റ് ആണ് ഈ റമദാൻ എന്ന് അവർക്ക് തോന്നിക്കാണും. യഥാർത്ഥത്തിൽ അറസ്റ്റ് ആണ് എങ്കിലും ഭക്ഷണം ഇഷ്ടപ്പെട്ട പോലെ തിന്നാൻ പറ്റുകയില്ല. അതുപോലെ കുടുംബവുമായിട്ട് ബന്ധം പുലർത്താൻ പകൽ സമയത്തിൽ പാടുള്ളതല്ല. അങ്ങനെ പല നിബന്ധനകൾ പാലിക്കേണ്ടിയിരിക്കുന്ന ഒരു അറസ്റ്റിലാണ്. അതേ സമയത്ത് അവൻ പൂന്തോപ്പിലാണ് ജീവിക്കുന്നത്. അവൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായിട്ടാണ്, ദാസിയായിട്ടാണ് ജീവിക്കുന്നത് റമദാൻ മാസത്തിൽ എന്ന് മദീന ഇമാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത്. മഖാസിദു ശരീഅയിൽ അഥവാ ശരീഅത്തിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ, മെയിൻ തത്വങ്ങൾ പലതും റമദാൻ
മാസത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചതായിട്ട് തുറിച്ച് കാണാവുന്നതാണ്. അതിൽ പെട്ടതാണ് റമദാൻ മാസത്തിലൂടെ നമുക്ക് മവദ്ദത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു, മഹബ്ബത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു, ഇഖാ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അഥവാ സഹോദര ബന്ധം പുലർത്തുവാനും ജനങ്ങളുടെ ഇടയിൽ സ്നേഹം സ്ഥാപിക്കുവാനും ഉയർന്നവരും താഴ്ന്നവരും കഴിവില്ലാത്തവരും കഴിവുള്ളവരും ചഞ്ചില്ലാത്ത രൂപത്തിൽ അങ്ങുമിങ്ങും സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്നതായ ആ ശൈലി നമുക്ക് നടപ്പാക്കാനുള്ളതായ ആ ചുറ്റുപാട് അന്തരീക്ഷം റമദാനിലൂടെ അള്ളാഹു ഉണ്ടാക്കി തരുന്നു. അത് നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ചതും കണ്ടനുഭവിക്കാൻ സാധിച്ചതും ആസ്വദിക്കാൻ സാധിച്ചതുമായ യാഥാർത്ഥ്യമാണ്. അത് ശരീഅത്തിന്റെ മഖാസിദിൽ ഒരു പ്രധാന ഭാഗമാണ് എന്ന് ഇന്ന് മദീന ഇമാം ഓതി പറയുകയുണ്ടായി. അങ്ങനെയുള്ളതായ ആ റമദാൻ പട്ടാപ്പകലിൽ കഴിഞ്ഞു പോയതായ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കേണ്ടതാണ്. വരാൻ പോകുന്ന സമയങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുക. നമ്മുടെ ഇടയിൽ കുഴപ്പമില്ലാതിരിക്കാൻ, നാം പിണങ്ങാതിരിക്കാൻ, നാം ചീത്ത പറയാതിരിക്കാൻ, നാം ആക്ഷേപിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ കാന സൗമു യൗമി അഹദിക്കും ഫലാ യർഫുദ് വലാ യഫ്സുഖ് വലാ യസ്ഖുബ്. ഒരാൾ റമദാനായി കഴിഞ്ഞാൽ റമദാൻ പകലിൽ അവൻ ഭാര്യയുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല എന്നതോടൊപ്പം അവൻ ഫിസ്ഖിന്റെ ഒരു ഇനവും ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ചിന്തിക്കാൻ പോലും പാടുള്ളതല്ല. ചീത്ത വചനങ്ങൾ വരെ ഉപയോഗിക്കാൻ പാടില്ല, ചീത്ത വാക്കുകൾ വരെ പറയാൻ പാടില്ല. ആരെങ്കിലും നിന്നിൽ ചീത്ത പറഞ്ഞാൽ റസൂൽ പറയുന്നു നിന്നോട് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, നിന്നോട് ആരെങ്കിലും ക്രൂരതയോട് കൂടി പെരുമാറിയാൽ ഫല്യഖുൽ അവൻ പറയട്ടെ ഇന്നിംറഉൻ സായിം ഞാൻ നോമ്പുള്ളവനാണ്, ഇന്നിംറഉൻ സായിം ഞാൻ നോമ്പുള്ളവനാണ്. അപ്പോൾ അതൊരു വൈറ്റുള്ള വാക്കാണ്. ഞാൻ നോമ്പുള്ള ആളാണ് എന്ന് ഒരാൾ പ്രഖ്യാപിക്കുക, അവൻ പറയുക, അതിന്റെ അർത്ഥം എന്റെ നോമ്പ് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിന്നെ ചീത്ത പറയാൻ പാടില്ല എന്നാണ്. എന്നല്ലാതെ നിന്നെ പോലെ കൈക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, നാവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല നീ ചീത്ത പറഞ്ഞതുപോലെ ഞാൻ പറയാത്തത്, നീ കാട്ടും പോലെ ഞാൻ കാട്ടാത്തത്. പക്ഷേ ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തത് എന്താണ്? നോമ്പാണ് എന്ന് അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതാണെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ, ഞാൻ ഈ സംസാരിക്കുന്ന നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഈ വിശുദ്ധ റമദാനിൽ പ്രകടമായി കണ്ടതായ മഖാസിദു ശരീഅ എന്ന ശരീഅത്തിന്റെ മെയിൻ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നാം കാണുന്നത് ഖിറാഅത്തുൽ ഖുർആനാണെന്ന് മദീന ഇമാം ഊന്നി പറഞ്ഞു. ഖിറാഅത്തുൽ ഖുർആൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുസ്ലിങ്ങളെ കൊണ്ട് ഖുർആനുമായി അവരെ ബന്ധപ്പെടുത്തുക, ഖുർആനിന്റെ ജീവിതം അവരുടെ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് നൽകുക. അത് വെറും ഖുർആൻ പാരായണം ചെയ്യലിലൂടെ മാത്രമല്ല, ഖുർആനിനെ അവരുടെ ജീവിതത്തിൽ പകർത്തലിലൂടെയാണ്. അങ്ങനെ ഖുർആൻ ഇറങ്ങിയതായ മാസത്തിൽ ഖുർആനുമായിട്ട് അവർക്ക് ടച്ച് ഉണ്ടാക്കുക, ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാക്കുക, ഖുർആനോട് സ്നേഹമുണ്ടാക്കുക, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നവരാക്കി മാറ്റുക എന്നതിനെ പലർക്കും മറന്നുപോയ പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോയ ആ ഖുർആനിനെ വീണ്ടും അവൻ റമദാൻ മാസത്തിൽ ഓർമ്മപ്പെടുത്താൻ ചാൻസ് കിട്ടുന്നു. അങ്ങനെ അവന് ഒരു പ്രത്യേക ആ മഖാസിദു ശരീഅ എന്ന് മദീന ഇമാം സൂചിപ്പിച്ചതായ ആ മെയിൻ ലക്ഷ്യത്തിലേക്ക് അവൻ എത്താൻ സാധിക്കുന്നു റമദാൻ മാസം വരുന്ന സന്ദർഭത്തിൽ ഖുർആൻ പാരായണം ചെയ്യലിലൂടെ. അത് ഖുർആൻ നമസ്കാര വേളയിൽ ഖിയാമുൽ ലൈൽ നടത്തിയും കൊണ്ട് പാരായണം ചെയ്യട്ടെ, അല്ലാത്ത സന്ദർഭത്തിൽ പാരായണം ചെയ്യട്ടെ, ഏത് രൂപത്തിലും ഖുർആനുമായി അവന് ബന്ധമുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നർത്ഥം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് വിശുദ്ധ റമദാനെ സ്വീകരിക്കാറുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, റമദാൻ മാസം വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലവരോടും വെറുപ്പുണ്ടെങ്കിൽ അത് ഞങ്ങൾ നീക്കം ചെയ്യാനാണ് പരിശ്രമിക്കുക. അപ്പോൾ ചൊടി ഉണ്ടെങ്കിൽ ചൊടി മാറ്റാൻ, വല്ലവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം മാറ്റാൻ, അവരോട് സലാം പറയാൻ, അവരോട് ഇടകലർന്ന് സഹോദര ബന്ധം പുലർത്താൻ, അത് അങ്ങനെയൊക്കെ സഹാബാക്കൾ തന്നെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ അതിൽ നമുക്ക് മഹാപാഠമുണ്ട്. നാം റമദാൻ മാസം വരുന്ന സന്ദർഭത്തിൽ ചർച്ചബന്ധം പുലർത്തുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങൾ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം സ്ഥാപിക്കുവാനും അവരുമായിട്ട് ചർച്ചകൾ ചെയ്യുവാനും ഇന്നത്തെ ആധുനിക യുഗത്തിൽ ധാരാളം സൗകര്യങ്ങൾ അതിനുണ്ട്. ആ സൗകര്യങ്ങൾ, ആ മാധ്യമങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പാടുപെടേണ്ടതായ മാസമാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. ആ മാസമാണ് നമ്മളോട് വിടവാങ്ങാൻ പോകുന്നത്. ഈ മാസം പഠിപ്പിക്കുന്നതായ പാഠം പഠിച്ചുകൊണ്ട് വരുന്നതായ 11 മാസത്തിലും നാം അതുകൊണ്ടുണ്ടായതായ പ്രത്യേകത, അതിന്റെ എഫക്റ്റ് നമ്മളിൽ പ്രകടമായി കാണേണ്ടതാണ്, തുറിച്ച് കാണേണ്ടതാണ് എന്നതാണ് മദീന ഇമാം നമ്മളോട് ഉണർത്തിയതായ പ്രധാന ഭാഗം. അതുകൊണ്ട് നാം ഈ ചെയ്തതായ ഈ റമദാൻ
റമദാനിലുള്ള 23, 25 ദിവസങ്ങളിലൂടെ ചെയ്തതായ അമലുകളിലേക്ക് ചെന്നുകൊണ്ട് അതിലുള്ളതായ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. എന്നിട്ട് നോമ്പുകാരന് നോമ്പ് മുറിപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ കൂലി വരെ നമുക്ക് കിട്ടും, അവന്റെ നോമ്പിന്റെ കൂലി കുറയാതെ എന്ന് പഠിപ്പിച്ചതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ വിശാലമായ ആ ശൈലി, ആ സദഖയുടെ ശൈലി, ആ ധർമ്മത്തിന്റെ ശൈലി, അല്ലെങ്കിൽ ആ സ്നേഹബന്ധം സ്ഥാപിക്കുന്ന ശൈലി, അത് നമ്മുടെ ജീവിതത്തിൽ 11 മാസവും പ്രകടമായി കാണേണ്ടതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ മിമ്പറിന്റെ മീതെ കയറിയതായ സംഭവം അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പലപ്പോഴും നാം എല്ലാവരും കേട്ട് പരിചയമുള്ളതായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്താണ് റസൂലേ മിമ്പറിന്റെ മീതെ കയറിയപ്പോൾ ആമീൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞത്? അപ്പോൾ അവിടുന്ന് പ്രത്യുത്തരം നൽകിയത് എന്താണ്? ഞാൻ കയറുന്ന സന്ദർഭത്തിൽ ജിബീൽ വന്നിട്ട് എന്നോട് പറഞ്ഞു 3 കാര്യ പറഞ്ഞത്. അതിൽ ഒന്നാണ് നമ്മുടെ വിഷയം. അതെന്താണ്? മൻ അദ്റക റമദാന വലം യുഗ്ഫർ ല. ഒരാൾക്ക് റമദാൻ ആസന്നമാവുകയും എന്നിട്ട് ആ മാസത്തിൽ അവന് പാപമോചനം ലഭിക്കാൻ ചാൻസ് കിട്ടാതെ, അഥവാ പാപമോചനത്തിനോട് പരിശ്രമിച്ചില്ല, പാപമോചനം കിട്ടാൻ കുറെ ബാധ്യതകൾ ചെയ്യേണ്ടതുണ്ടല്ലോ, അത് ചെയ്തില്ല, അങ്ങനെയുള്ള ഒരു ഗതികേട് ഒരാൾക്ക് ഉണ്ടായാൽ അവനെ കുറിച്ച് അങ്ങനെയുള്ള മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ തട്ടട്ടെ. തട്ടാന്ന് പറഞ്ഞാൽ അവന്റെ നിന്ദ്യതയാണത് അത് കുറിക്കുന്നത്. അവൻ നിന്ദ്യനായി മാറട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക്. ഇത് ജിബ്രീൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ആമീൻ ചൊല്ലൂ റസൂലേ എന്ന് ജിബ്രീൽ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ചിട്ട് ഞാൻ ആമീൻ ചൊല്ലിയതാണ്. രണ്ടാമതായിട്ട് എന്റെ പേര്, അഥവാ റസൂലുള്ളാഹിന്റെ പേര് ആരെങ്കിലും കേട്ടിട്ട് എനിക്ക് സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലും അവന്റെ മൂക്ക് മണ്ണടയട്ടെ എന്ന് മഹാനായ ജിബ്രീൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ആമീൻ എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണെന്നാണ്. അതുപോലെ വല്ലവർക്കും മാതാപിതാക്കൾ ഉണ്ടായി, ആ മാതാപിതാക്കളിലൂടെ അവന് ദോഷം പൊറുപ്പിക്കപ്പെടാൻ, അവർക്ക് നന്മ ചെയ്യലിലൂടെ അവന് സാധിച്ചില്ല, അവർക്ക് നന്മ ചെയ്തില്ല, മാതാപിതാക്കളുടെ ബാധ്യതകൾ നിർവഹിച്ചില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ജിബ്രീൽ പറയുകയുണ്ടായി, അവനും അവന്റെ മൂക്ക് മണ്ണടയട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നിന്ദരായി മാറട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കൂ നിങ്ങൾ, ആമീൻ ചൊല്ലൂ നിങ്ങൾ എന്ന് റസൂലിനോട് മഹാനായ ജിബ്രീൽ പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും ആമീൻ എന്ന് പറഞ്ഞു എന്നാണ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ വിഷയമാകുന്ന റമദാൻ മാസം വന്നിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ട് ഇതുവരെ ദോഷം പൊറുപ്പിക്കാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കാത്തതായ വിഭാഗം മഹാ അപകടത്തിലാണ്, മഹാപരാജയത്തിലാണ്, മഹാപ്രശ്നത്തിലാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ്. ഇന്ന് മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖ് ഉണർത്തിയത്. എന്നാൽ അദ്ദേഹം തുടരുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹീഹായ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഖുദ്സിയ ഹദീസ്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അമാലുക്കും, ഇത് നിങ്ങളുടെ അമലുകളാണ്. പരലോകത്തിൽ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകളൊക്കെ അവിടെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടതിന് ശേഷം പറയപ്പെടുന്നതായ പദമാണ് എന്ത്? ഇന്നമാ ഹിയ അമാലുക്കും, നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ചെയ്തതായ അമലുകളാണ്. ഉഹ്സിഹാലക്കും, കൃത്യമായിട്ട് അതിനെ ഞാൻ ക്ലിപ്തമാക്കി റിക്കാർഡാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഫമൻ വജദ ഖൈറൻ, അവൻ ഈ സന്ദർഭത്തിൽ നന്മയാണ് കണ്ടതെങ്കിൽ അവൻ അല്ലാഹുവിന് സ്തുതി അർപ്പിക്കട്ടെ. ഒമൻ വജദ ഗൈറ ദാലിക്, അവൻ ഇപ്പോൾ കണ്ടത് തിന്മയാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അവന്റെ ശരീരത്തെ അല്ലാതെ അവൻ ആക്ഷേപിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും ഇവിടെ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യക്തമായി നിങ്ങളോട് എങ്ങനെയാണ് പരലോകത്തിൽ അള്ളാഹിന്റെ മുമ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ ദുഃഖിക്കാതെ പ്രയാസപ്പെടാതെ ജീവിക്കാനുള്ള മാധ്യമങ്ങൾ, രൂപങ്ങൾ, ശൈലികൾ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ആക്ഷേപിക്കാൻ ചാൻസ് ഇല്ല, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ ചാൻസ് ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ളതായ എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു തന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായ അമലുകൾ നല്ലതല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞോ എന്ന് അള്ളാഹു പറയുമെന്ന് ഖുദ്സിയ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്ന ശരി കേൾക്കുക, വദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹസിഊൻ. പരലോകത്തിലേക്ക് എത്തുമ്പോൾ സത്യനിഷേധികൾക്ക് അവിടെ അവർ വിചാരിക്കാത്തതാണ് കാണുക, അവർ ഊഹിക്കാത്തതാണ് കാണുക. അവർക്ക് ബദാലഹും സയ്യിആത്ത്, അവർ മനസ്സിലാക്കിയില്ല അങ്ങനെയുള്ളതായ ആ കുറ്റങ്ങളും ആ തെറ്റുകളും അത്രയും പ്രകടമായി
രേഖപ്പെടുത്തൽ കൃത്യമായി റിക്കാർഡാക്കപ്പെട്ടിട്ട് എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമെന്ന് അവർക്ക് തോന്നിയിട്ട് പോലുമില്ല, അവർ ഊഹിച്ചിട്ട് പോലുമില്ല. അതാണ് ഇപ്പോൾ പ്രകടമായത്. അതാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദുനിയാവിൽ വെച്ചിട്ട് നിസ്കാരം പറയുമ്പോൾ, നോമ്പ് പറയുമ്പോൾ, സക്കാത്ത് പറയുമ്പോൾ, ഹജ്ജ് പറയുമ്പോൾ, ഖുർആനിനെയും സുന്നത്തിനെയും പറയുമ്പോൾ അതൊക്കെ ഒരു പരിഹാസ രൂപത്തിൽ സമീപിച്ച സമീപനങ്ങൾ കൊണ്ടുള്ളതായ പ്രയാസം ഇപ്പോഴാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോഴാണ് അവർക്ക് ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ദിവസത്തിൽ അവരോട് പറയപ്പെടുന്നതാണ്, നിങ്ങളെ നാം മറന്നിരിക്കുകയാണ്. കമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസത്തിൽ നാമുമായി അല്ലാഹുമായി ലിഖാ വേണ്ടി വരുമല്ലോ, അവനെ സമീപിക്കേണ്ടി വരുമല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണേണ്ടി വരുമല്ലോ എന്നത് ഓർക്കാത്ത അന്ന് മറന്ന് ജീവിച്ചതിന് ഇപ്പോൾ നിങ്ങളെ ഞാൻ മറന്നിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നതാണ്. നിങ്ങളുടെ പാർപ്പിടം നരകമാണ്. നിങ്ങൾക്ക് ഇന്ന് സഹായിക്കാൻ ആരെയും കിട്ടുന്നതല്ല എന്ന് പറയപ്പെടുന്നതായ ആ ഗതികെട്ട രംഗത്തിലേക്ക് എത്തിപ്പോകുന്നതാണ്. അങ്ങനെയുള്ള അപകടത്തിലൊക്കെ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സത്യവിശ്വാസി എന്ത് ചെയ്യുക? കാര്യം ഗൗരവത്തോടു കൂടി ഗൗനിച്ചുകൊണ്ട് കിട്ടുന്ന സിദ്ധിച്ച ലാഭങ്ങളൊക്കെ ശരിക്ക് ഉപയോഗപ്പെടുത്തിയും കൊണ്ട്, വരാൻ പോകുന്ന ദിവസങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയും കൊണ്ട്, തെറ്റുകൾ ചെയ്തു പോയവരുണ്ടെങ്കിൽ, വീഴ്ചകൾ വന്നു പോയവരുണ്ടെങ്കിൽ അവർ ആ വീഴ്ച കെറ്റാൻ വേണ്ടി പാശ്ചാത്തപ്പിച്ച് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക. എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഈ കോവിഡ് യുഗത്തോട് ലോകത്തോട് പെട്ടെന്ന് വിടവാങ്ങാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേനാഥ, തൗഫീഖ് നൽകണേനാഥ, തൗഫീഖ് നൽകണേനാഥ. നിന്റെ ദേഷ്യം, നിന്റെ കോപം ഇപ്പോൾ പറയപ്പെടാറുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇത് പരീക്ഷണമാണ്, മറ്റുള്ളവർക്ക് ഇത് അദാബാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും പരീക്ഷണം തന്നെയാണ്. യഥാർത്ഥ അദാബ് പരലോകത്തിൽ വരാൻ പോകുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയ, അള്ളാഹുവിനെ ബഹുമാനിക്കാത്ത, ആദരിക്കാതെ, അള്ളാഹുവിനെ വിലവെക്കാതെ, അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകാതെ ജീവിച്ച വിഭാഗത്തിന് പരലോകത്തിൽ എന്നേക്കുമായി ഖാലിദൻ മുഖല്ലദായി നരകത്തിൽ പ്രവേശിക്കേണ്ടതായ ഗതികേട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല ശിക്ഷ, ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണം മാത്രമാണ് എന്നത് മനസ്സിലാക്കുക. എന്നിട്ട് നാം പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നിട്ട് ഈ രോഗത്തെ ഉയർത്തുമാറാകട്ടെ. അതിൽ പെട്ടുപോയതായ, ആ രോഗത്തിൽ പെട്ടുപോയതായ ഹോസ്പിറ്റലിൽ കഴിയുന്നവരാവട്ടെ, അല്ലാതെ വീട്ടിൽ കഴിയുന്നവരാവട്ടെ, എല്ലാവർക്കും അവരുടെ രോഗത്തെ അള്ളാഹു പെട്ടെന്ന് പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അവർക്ക് ദീർഘായുസ്സും അവർക്കും നമുക്കുമെല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കുവാനും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗത്തൊപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ വിശുദ്ധ നാടിൽ ഖിയാമത്ത് നാൾ വരേക്കും തൗഹീദിന്റെ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് ഈ നാട്ടിന്റെ നേതാക്കൾക്ക്, ഈ മക്ക മദീനയുടെ നേതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ കൊല്ലം പ്രതി ഹജ്ജിനും ഉംറയ്ക്കും വരാറുള്ളതായ മുസ്ലിം ജനതയ്ക്ക് ഈ അടുത്ത വർഷം ഹജ്ജ് മുതൽ ഇവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടേയിരിക്കാൻ, ഉംറയ്ക്ക് വന്നുകൊണ്ടേയിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിം ലോകത്തിന് തൗഫീഖ് വീണ്ടും നൽകുമാറാകട്ടെ. നാം ചെയ്തതായ സൽക്കർമ്മങ്ങളെ, ഈ റമദാനിൽ ചെയ്തതായ സൽക്കർമ്മങ്ങളെ, അതിലുള്ള വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് റബ്ബേ ഞങ്ങൾ സ്വീകരിക്കണേ നാഥ. ലൈലത്തുൽ ഖദ്റിലൂടെ സമ്പാദിച്ചതായ ആ വിഭാഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ നാഥ. ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാരെയും ഞങ്ങളോട് വസീയത്ത് ചെയ്തവരെയും പെടുത്തണേ നാഥ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ സലാതനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ വതഖശുഅനാ വതദറുഅനാ വതമ്മിം തഖ്സീറനാ വസ്തജിബ് ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.